നഗരസഭയുടെ വികസന പദ്ധതികളും സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങളിലും പൊതുജനങ്ങളുടെ നേരിട്ടുള്ള ഇടപെടലുകളും നിർദ്ദേശങ്ങളും ഉറപ്പിക്കുവാൻ ലക്ഷ്യമിട്ട് മീറ്റ് ദി ചെയർപേഴ്സൺ ഫ്യൂച്ചർ മൂവാറ്റുപുഴ എന്നീ നൂതന പദ്ധതികൾക്ക് തുടക്കമാകുന്നു. ജനകീയ പങ്കാളിത്തത്തിലൂടെ നഗരത്തിന്റെ മുഖച്ഛായ മാറ്റുകയാണ് ഈ പദ്ധതികളിലൂടെ ലക്ഷ്യമെന്ന് നഗരസഭാ ചെയർപേഴ്സൺ ജോയ്സ് മേരി ആന്റണി വാർത്താ സമ്മേളനത്തിലൂടെ പറഞ്ഞു. നഗരസഭയുടെ വികസന പദ്ധതികളിലും സാമൂഹിക ക്ഷേമ പ്രവർത്തനങ്ങളിലും പൊതുജനങ്ങളുടെ നേരിട്ടുള്ള ഇടപെടലും നിർദ്ദേശങ്ങളും ഉറപ്പാക്കാൻ ലക്ഷ്യമിട്ട് മീറ്റ് ദി ചെയർപേഴ്സൺ, ഫ്യൂച്ചർ മൂവാറ്റുപുഴ എന്നീ നൂതന പദ്ധതികൾക്ക് തുടക്കമാവുകയാണ്. ജനകീയ പങ്കാളിത്തത്തിലൂടെ നഗരത്തിന്റെ മുഖച്ഛായ മാറ്റുകയാണ് ഈ പദ്ധതികളുടെ ലക്ഷ്യം. നഗരസഭാ ഭരണസമിതിയും ഉദ്യോഗസ്ഥരും നേരിട്ട് ജനങ്ങളിലേക്ക് എത്തുന്ന പദ്ധതിയാണ് മീറ്റ് ദി ചെയർപേഴ്സൺ. മാസത്തിലൊരിക്കൽ ചെയർപേഴ്സൺ, വൈസ് ചെയർമാൻ, സ്ഥിരസമിതി അധ്യക്ഷർ, വിവിധ വകുപ്പ് മേധാവികൾ എന്നിവർ നേരിട്ട് പൊതുജനങ്ങളെ കാണും. പൊതുജനങ്ങളുടെ പരാതികളും നിർദ്ദേശങ്ങളും ഈ വേദിയിൽ സ്വീകരിക്കും. ലഭിക്കുന്ന പരാതികളിൽ ഉടനടി പരിഹാരം കാണുക എന്നതാണ് ഈ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. നഗരസഭ നടപ്പിലാക്കുന്ന വിവിധ വികസന പദ്ധതികളിൽ പൊതുജന അഭിപ്രായം സ്വീകരിക്കുന്നതിനാണ് ഫ്യൂച്ചർ മൂവാറ്റുപുഴ പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നത്. ജനങ്ങളുടെ നൂതന ആശയങ്ങളും നിർദ്ദേശങ്ങളും ഉൾക്കൊണ്ട് പദ്ധതികളിൽ ആവശ്യമായ തിരുത്തലുകൾ വരുത്താനും ഇത് സഹായിക്കും. വിവിധ കോളേജുകളിൽ നിന്നുള്ള വിദ്യാർത്ഥികളെ ഉൾപ്പെടുത്തി നഗരവാസികളുടെ അഭിപ്രായങ്ങൾ ശേഖരിക്കാൻ വിപുലമായ സർവേ നടത്തും. വിദ്യാർത്ഥികൾക്ക് ഇന്റേൺഷിപ്പ് ഉറപ്പാക്കുന്നതിനായി വിവിധ കോളേജുകളുമായി ചർച്ചകൾ നടത്തിക്കഴിഞ്ഞു. ഇതിലൂടെ പുതുതലമുറയുടെ കാഴ്ചപ്പാടുകൾ വികസന പദ്ധതികളിൽ ഉൾപ്പെടുത്താൻ സാധിക്കും. നഗരത്തിന്റെ സമഗ്ര വികസനത്തിൽ പൊതുജനങ്ങളുടെയും വിദ്യാർത്ഥികളുടെയും പങ്കാളിത്തം നിർണായകമാണെന്ന് നഗരസഭാ ചെയർപേഴ്സൺ ജോയ്സ് മേരി ആന്റണിയും വൈസ് ചെയർമാൻ PM അബ്ദുൾ സലാമും പറഞ്ഞു. ഫ്യൂച്ചർ മൂവാറ്റുപുഴ എന്ന് പറയുന്ന പ്രോഗ്രാമിൻ്റെ മുഴുവൻ പങ്കാളിത്തവും നടത്തുക, നേതൃത്വം കൊടുക്കുക ഈ സ്റ്റുഡൻസ് തന്നെയായിരിക്കും. അതോടൊപ്പം തന്നെ ഈ ഫ്യൂച്ചർ മൂവാറ്റുപുഴ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്ന് പറയുന്നത് ഒന്നാം ഘട്ടത്തിൽ മൂവാറ്റുപുഴയെ കേൾക്കുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്കൊക്കെ വ്യക്തിപരമായിട്ട് അറിയാം, ഞങ്ങളെ കഴിഞ്ഞ് മൂവാറ്റുപുഴയെ പറ്റി, ഇപ്പോൾ പ്രത്യേകിച്ച് പറഞ്ഞാൽ എന്നെ കഴിഞ്ഞ് മൂവാറ്റുപുഴയെ പറ്റി കൃത്യമായ ധാരണയുള്ളവരായിരിക്കും ഇവിടെ ഇരിക്കുന്നത് നിങ്ങൾ ഓരോരുത്തരും. ഇതിനൊക്കെ അപ്പുറത്തേക്ക് സമൂഹത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഈ ഇരിക്കുന്ന വേദിയിലിരിക്കുന്ന വ്യക്തികളെ കഴിഞ്ഞും അറിവുള്ളവരും ഭൂമിശാസ്ത്രപരമായിട്ട് പഠിച്ചിട്ടുള്ള ഒരുപാട് വ്യക്തികൾ സമൂഹത്തിലുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ആളുകളെ, ഇപ്പോൾ നമ്മൾ നിലവിൽ പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്ന വിവിധ ക്ലബ്ബുകളുടെ പ്രതിനിധികളെ, വിവിധ സംഘടനകളുടെ പ്രതിനിധികളെ, അത്തരത്തിലുള്ള ഇതിൽ ഈ ഒരു കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന വ്യക്തികൾക്ക് ഇൻവിറ്റേഷൻ കൊടുത്ത് അവരെ നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് കൊണ്ടുവന്ന് മൂവാറ്റുപുഴയെ കേൾക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ ഫ്യൂച്ചർ മൂവാറ്റുപുഴയുടെ പ്രാരംഭ ഘട്ടം എന്ന് പറയുന്നത്. ആ ഒരു പ്രോഗ്രാമാണ് 31-ാം തീയതി, ഈ വരുന്ന മാസം അവസാനം 31-ാം തീയതി 2:30 YMCA ഹാളിൽ വെച്ചിട്ടാണ് ഈ പ്രോഗ്രാം നമ്മൾ നടത്തുക. അതിൽ ഈ മൂവാറ്റുപുഴയുടെ വിവിധ മേഖലകളിൽ നിന്നുള്ള ആളുകൾ വരും. അപ്പം നമ്മളുടെ ഒരു പദ്ധതി നമ്മളവിടെ വിശദീകരിക്കുകയും അതോടൊപ്പം ആളുകളുടെ കോൺട്രിബ്യൂഷൻ, അവരുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ പൂർണ്ണമായി ഏറ്റെടുക്കുകയുമാണ് ചെയ്യുക. ഇപ്പം മാനുഷികമായിട്ടുള്ള കുറവുകൾ ഞങ്ങൾക്കുണ്ട്. അപ്പോൾ ആ കുറവുകൾ നികത്താനായിട്ട് ജനങ്ങൾ നിൽക്കുക എന്നുള്ളതാണ്. നമ്മുടെ ഭാഗത്ത് തെറ്റുകളുണ്ടെങ്കിൽ ജനങ്ങൾക്ക് തിരുത്താനായിട്ടുള്ളൊരു അവസരം, നിർദ്ദേശങ്ങൾ തരാനായിട്ടുള്ള അവസരം. അപ്പോൾ അവരെ കേട്ടുകൊണ്ടായിരിക്കും നമ്മുടെ 5 വർഷത്തെ പ്രവർത്തന പദ്ധതിക്ക് പൂർണ്ണമായിട്ടും ഒരു രൂപം കൊടുക്കുക. അതാണ് ഫ്യൂച്ചർ മൂവാറ്റുപുഴ എന്ന് പറയുന്ന പ്രോഗ്രാം. അതൊരു 5 വർഷത്തെ പദ്ധതികൾ നമ്മൾ പ്ലാൻ ചെയ്യുന്നതിനോടൊപ്പം ആ 5 വർഷത്തെ പദ്ധതികൾ ഈ 5 വർഷം കഴിയുമ്പം എക്സ്പയർ ആയി പോകുന്നതാവരുത്. നമ്മുടെ എല്ലാ പദ്ധതികളുടെയും പ്രശ്നം അതാ. പബ്ലിക്കിനെ കേൾക്കുക, നിങ്ങളുടെ ഓഡിയൻസിൻ്റെ അഭിപ്രായം തേടിക്കൊണ്ടല്ലാതെ ഒരു കാര്യങ്ങളും ഈ കൗൺസിൽ മുമ്പോട്ട് പോവില്ല. കഴിഞ്ഞ കൗൺസിലിൻ്റെ കാലത്ത്, PP-യുടെ കാലത്ത് തുടങ്ങി വെച്ച പ്രോജക്ട്സ് അത് പൂർത്തിയാക്കുക എന്നതാണ് നമ്മുടെ പ്രഥമമായ ലക്ഷ്യം. അത് നമുക്കറിയാം, ഇവിടെ നമ്മുടെ സ്ലാട്ടർ ഹൗസ് അടക്കം, ഷീലോഡ്ജ് അടക്കമൊക്കെ നിഷ്ക്രിയമായി കിടക്കുക. നമ്മുടെ ഹൈജീനിക് ഫിഷ് മാർക്കറ്റ്, അർബൻ ഹട്ട് ഒക്കെ, അതൊക്കെ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും, അതിൻ്റെ വിദഗ്ധ സമിതിയെ വെച്ച് അത് പഠിച്ച് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് വലിയ താമസമില്ലാതെ തന്നെ നമ്മളതിൻ്റെ നടപടികളിലേക്ക് കടക്കും. വികസനത്തിൽ പുതുതലമുറയുടെ കാഴ്ചപ്പാടുകളും ഉൾപ്പെടുത്താൻ ഇതിലൂടെ സാധിക്കുമെന്ന് സ്ഥിരസമിതി അധ്യക്ഷരായ P രജിത, അസം ബീഗം, ജിനു മടയ്ക്കൽ, ഷഹന മാഹിൻ എന്നിവർ പറഞ്ഞു. 925 ഇറ്റാലിയൻ സിൽവർ ഓർണമെന്റ്സിന്റെ അതിവിപുലമായ ശേഖരമാണ് തോട്ടത്തിൽ സിൽവർ കളക്ഷൻസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. എമറാൾഡ്, റൂബി, സഫൈർ തുടങ്ങി എല്ലാ ബർത്ത് സ്റ്റോണുകളും ഇവിടെ ലഭ്യമാണ്. തോട്ടത്തിൽ സിൽവർ കളക്ഷൻസ്, തോട്ടത്തിൽ ആർക്കേഡ്, ഓപ്പോസിറ്റ് സയാന ഹോട്ടൽ, TB ജംഗ്ഷൻ, മൂവാറ്റുപുഴ.